ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ആടുജീവിതം, വീണ്ടും ആടുജീവിതത്തിലെ ഓമനെ എന്ന് പറഞ്ഞ സോങ് വന്നിട്ടുണ്ട്. ഇത് ജൂക്ക് ബോക്സ് ഒക്കെ ആദ്യം ഇറങ്ങിയതാണ്, ഇതിന്റെ ഓഡിയോ ഒക്കെ ആദ്യം ഇറങ്ങിയതാണ്. ഇപ്പോൾ ലിറിക്കൽ വീഡിയോ ആണ്, ചില 1-2 സീനൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ചിന്മയി അതുപോലെ യേശുദാസ്, വിജയ് യേശുദാസ്, അവർ രണ്ടുമാണ് പാട്ട് പാടിയിട്ടുള്ളത്. കേട്ടു നോക്കാം, നല്ല രസമുള്ള സോങ് ആണ്. അപ്പൊ വിഷ്വലി ഒക്കെ കാണാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ വെറൈറ്റി ആയിട്ടൊന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. റെഡി? റെഡി. പിടിക്കോ? ഇല്ല, ഞാൻ പിടിക്കാം. കാണും കണ്ണിലാക്കി തുള്ളിത്തുളുമ്പി മോഹം ഒന്നിച്ചിരുന്നു തീരാതണ്ടിതാ നിന്നെ പുണർന്നു നീന്തി നീരിലൂടെ എൻ മനമാകുമീ പെൺമടലാകെ ചിരിയിൽ മിന്നി ഓരായിരം മലരുതിർന്നു വീണൊരു തരിവളകളുടൻ ഇല്ലയോ നിന്നെ കിനാവ് കാണും കണ്ണിലാകെ ഒരു പ്രത്യേക ഭംഗിയുള്ള വളരെ നാച്ചുറൽ ആയിട്ട് ആദ്യരാവിന്ദാഹമിന്നും കാലവർഷം പോലെ പെയ്തു നീരൊഴുക്കായി മാറി ഞാൻ ഓമലാളെ നിന്നെ മാത്രം തേടി ഈ മൃദുടലിന് ചിറകിന തൊടാൻ പൊതിയുവാൻ വരും അതിവരുമോ പുഴയിലലയിൽ ചൊഴിയായി കഴിയുവാൻ പകലിരവുകളിൽ പിരിയുവാനായി ഫ്രെയിംസ് ഒക്കെ നല്ല ഭംഗിയുള്ള ഫ്രെയിംസ് അല്ലേ? അല്ല ആ പാട്ട് ഫീല് ബാക്ക്ഗ്രൗണ്ട് ഇല്ലല്ല, രണ്ടാമത്തെ കുറവാണ്. ജന്നത്തിലുള്ളവരല്ലേ നല്ല രസം വരി. ആ ഒരു ഫീലല്ലേ അവരുടെ തീർത്ത് ഒഴുകുക. കല്യാണത്തിന്റെ രാജന്റെ എക്സ്പ്രഷനൊക്കെ പാടും പാട്ടിലെല്ലാം തുള്ളിത്തുളുമ്പി മിന്നി തുള്ളി നിന്നുടനാകുമീ പൊൻപുഴ തന്നിലെ കനവാകെ പുലരി വിരലാതെ മേനിയിൽ പടർന്നിടുന്നൊരു നിലാവള്ളിയായി കളിച്ചിരികൾ തീരാതെയായി ആറ്റുവഞ്ചി പൂക്കളാകെ ആടി നിൽക്കും തെന്നലിൽ ഓടി വന്നു നിൻ സുഗന്ധം പാരിജാതം പൂത്ത പോലോമലാളെ
തുള്ളിത്തുളുമ്പി ആ ഒരു ഫ്ലോ നല്ല രസമുണ്ടല്ലേ? പോലെ ഒന്നിച്ചിരുന്നു തീരാതിന്റെ ദാഹം നിന്നെ പുണർന്നു നീന്തി നീരിലൂടെ. രഞ്ജിത്ത് അമ്പാടി, മേ ബി ഇയാൾക്കൊരു ഓസ്കാർ അവാർഡ് കിട്ടും. രഞ്ജിത്ത് അമ്പാടി കുറെ അക്കാദമിക് അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. പ്രശാന്ത് മാധവ്, സുനിൽ പോലെ തന്നെ. പ്രസാദ് അല്ലേ? ബെന്യാമിൻ, മനുഷ്യനെ സമ്മതിച്ചേ പറ്റുള്ളൂ. ബ്ലെസ്സി സമ്മതിച്ചേ പറ്റൂ. ഇവരാരെ സമ്മതിക്കാണ്ടല്ലേ? അമലാപ്പുള സീന് ആ രസം നല്ല ഇതേ ബാക്ക്ഗ്രൗണ്ട് വരെ. പൃഥ്വിരാജ്, മണി, ചിന്മയുടെ വോയിസ് എന്ത് ഭയങ്കര മാജിക്കൽ വോയിസ്. ആ മറ്റേ പിന്നെ എനിക്ക് നമ്മളിപ്പോ ഈ പേര് എഴുതി കാണിക്കുമ്പോ ഇതിന്റെ ഇടയ്ക്കൊന്ന് കാണിച്ചല്ലോ, മറ്റേ ഒപ്പനേന്റെ ടൈപ്പ് വരുന്നതിന് മുമ്പ്. ആ സമയത്ത് മ്യൂസിക് കേട്ടപ്പോ എനിക്ക് കറക്റ്റ് എന്താ ആ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞതാണല്ലേ? ഞാൻ പറഞ്ഞുതരാം ഏതായാലും. അത് അടിപൊളിയാണ്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്ത് പെട്ടെന്ന് ഓർമ്മ വന്നത് ഏതാ വെച്ചാല് ബാഹുബലി അല്ല, ഇപ്പൊ നമ്മളിന്നാള് പോയി കണ്ടില്ല ഐശ്വര്യ റായും അതിലുള്ള അതിലെ കുറെ ഭാഗങ്ങൾ നമുക്ക് ഫീൽ ചെയ്തു. ശരിയാണ്. അതാണ് മ്യൂസിക് വൈസ് എനിക്ക് തോന്നിയില്ല. ചിന്മയുടെ വോയിസ് ഉള്ളതുകൊണ്ട് അങ്ങനെ തോന്നിയതാണ്. കാരണം ഒരു കിഡിന് സോങ് ഉണ്ട്. സോങ് ഏതായിരുന്നു? PS ഇതേപോലെ സൂപ്പർ പാട്ടായിരുന്നു. എന്ത് രസം കേൾക്കാൻ. എനിക്ക് ചിന്മയുടെ വോയിസ് ഉള്ളത് കൊണ്ട് അങ്ങനെ ഞാൻ PS1 PS2 അതിലേക്ക് പാട്ട് ഓർമ്മ വന്നേ ഉള്ളൂ. പക്ഷെ വേറെ എവിടെയും അങ്ങനെ കോപ്പീസ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. അല്ല, അതുപോലത്തെ സാധനം എനിക്ക് തോന്നിയില്ല. പക്ഷെ ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാൻ. ആ പ്രത്യേകിച്ച് ആ ബാക്ക്ഗ്രൗണ്ട് വന്നപ്പോ ഭയങ്കര എന്തൊരു ഫീൽ ആണല്ലോ. എനിക്ക് തോന്നുന്നു വിജേഷിനേക്കാൾ എത്രയോ സ്കോർ ചെയ്ത പോലെ എനിക്ക് ചിന്മേന് തോന്നി. അത് അങ്ങനത്തെ പോർഷനുമാണ് അവർക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു വരികള് നല്ല അങ്ങനത്തെ വരികളാക്കി. ആ ഒരു ഇറങ്ങിയുള്ള സംഭവം മറ്റേ ഓമലാള എന്ന് പറയുന്ന പോർഷൻ വേറൊരു പോർഷനാണ്. അതാണ് വിജയസുദാസ് കിട്ടിയത്. അതുകൊണ്ടായിരിക്കും ഈ ഒരു രസമുള്ള പോർഷൻ മൂപ്പർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടായിരിക്കും. ഓക്കെ അല്ല, ഞാൻ സിംഗർ എന്നുള്ള രീതിയിൽ വിജയശാസ്ത്രി നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്തതല്ല. ഈ പാട്ടിൽ ചിന്മയും നല്ല രസമുണ്ട്. അപ്പൊ അങ്ങനെ ഫീൽ ചെയ്തു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഇതിനു മുമ്പ് മറ്റേ നമ്മൾ ആദ്യം റിയാക്ട് ചെയ്തില്ലേ ആ സോങ്ങിനാണ് ഇത് എന്താ റഹ്മാനെ. ഇതിന്റെ പെരിയോനെ റഹ്മാനെ, അത് എന്തോ ഒരു പാട്ടാണ്. അതുപോലെ തന്നെ ആയിരിക്കും ഇതും. ഇത് ഇറങ്ങിയിട്ടുണ്ട്. അത്രമാത്രം ആളുകൾക്ക് ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന സോങ് ഇതിലത് തീർച്ചയായിട്ടും പെരിയോനെ റഹ്മാനെയാണ്. പക്ഷെ ഈ സോങ്ങും അതുപോലെ നോക്കിക്കൊണ്ട് മെല്ലെ ഇത് കയറും. അത് റഹ്മാൻ അങ്ങനെയാണ്. അത് നമുക്ക് കുറച്ചേയും പറയാം. എല്ലാവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് എന്തായാലും ഇത് വരും. ഇപ്പൊ തന്നെ കുറെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സോങ് തന്നെയാണ്. പക്ഷെ പെരിയോനാണ് കുറച്ചുകൂടി മുകളിൽ നിൽക്കുന്നത് മാത്രം. പക്ഷെ ഇതിലിപ്പോ നമ്മൾ ആ സിനിമയിലെ പിന്നെ ആ ഒരു ഫീല് നമുക്ക്, അതായത് ആ കഥയില് ഇവരുടെ പ്രണയം ഇപ്പൊ നജീബിന് ഒറ്റപ്പെട്ട് കിടക്കുമ്പോഴും അയാളെ മുന്നോട്ട് നയിച്ചത് സൈനിനോട്ടുള്ള ഒരു പ്രണയമാണല്ലോ. ആ ഒരു പ്രണയം, അവരുടെ കല്യാണം, ആ ഒരു ഒരുമിക്കല് അപ്പൊ ഉണ്ടാവുന്ന ഒരു ആ സംഭവം ഫീൽ കറക്റ്റ് കിട്ടുന്നില്ലേ? ഒരു കല്യാണത്തിന്റെ ഫീല്, അവരുടെ ആ സ്നേഹം, അതൊക്കെ നമുക്ക് ഈ പാട്ടിലൂടെ കിട്ടുന്നുണ്ട്. ഫുള്ളായിട്ട് ഇമേജസ് ഇങ്ങനെ കൊടുത്തതല്ലേ? പാട്ട് ഫുള്ളായിട്ട് സീൻസ് ഒന്നും നല്ല ഭംഗിയായിട്ടുണ്ട്. കളർ ഗ്രേഡിംഗ് ആയിക്കോട്ടെ, മറ്റേ വിഷ്വലി നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മള് ട്രെയിലർ ആണെങ്കിലും അതാ പറഞ്ഞു, ട്രെയിലർ കണ്ടില്ലേ എന്താണ് വിഷ്വൽ, ഒരു രക്ഷയില്ല. അതിനെ കുറിച്ച് നമ്മള് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സിനിമ മൊത്തം ഇങ്ങനെ തന്നെ ആയിരിക്കും, നോ ഡൗട്ട്. അല്ല, പാട്ട് മാത്രം പറയുമ്പോ ഞാൻ പറയാ, ഇതിലത്തെ വിഷ്വൽസ് നമ്മള് എക്സ്പ്ലെയിൻ ചെയ്യണല്ലോ. എന്തായാലും സംഗതി കൊള്ളാം അല്ലെ? എനിക്ക് ഇഷ്ടമായില്ലേ? പക്ഷെ പെരിയോനാണോ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? പെരിയോൻ അത് വേറെ ലെവലാണ്. ഇത് നോക്കുമ്പോ ഇത് വേറെ ലെവലാണ്. രണ്ടും വേറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മ്യൂസിക് ആണ്. എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് ഏതാണ് എന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുവരെയായിട്ട് കാണുന്നവരെ